കഥയല്ലിതു ജീവിതം. എന്തോ ഒരു വിഷമം. പോവല്ലേ എങ്ങോട്ട്? ബ്രോത്തിന്റെ റൂമിലോട്ട്. ഇത്രയും കാലം ഒരുമിച്ചായിരുന്നു. ഇത്രയും കാലം ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റും. പുതിയ റൂംമേറ്റ് ആരാ? പുതിയ റൂംമേറ്റ് ജയറാമും അഭിഷേകും. എങ്ങനെ അവരുടെ നിങ്ങളായിട്ടുള്ള ബന്ധം? അവരൊക്കെ നല്ല അടിപൊളി ആൾക്കാരാണ്. എന്നാലും അശ്വിന്റെ അത്ര ആരും വരുന്നില്ല. അശ്വിനെ പെരുന്നത് ഭയങ്കര വിഷമമുണ്ട്. രോഹിത്തും മാസ്റ്ററും ഭയങ്കര ഭാഗ്യമാർ അവനെ പോലെ റൂംമേറ്റിനെ കിട്ടാൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ അശ്വിൻ? വളരെ നല്ല പയ്യനാണ്. അവൻ സന്തോഷം എന്ന് പറഞ്ഞാൽ വാരി കോരി കൊടുക്കുന്നവനാണ്. ആണോ? വലിയ മനസ്സിലുടമയാണ്. അവനെവിടെ പോയാലും നന്നായിരിക്കും. അത്രയ്ക്ക് ബോണ്ടിങ് വേണ്ട. ബാക്കി ആരും എൻ്റെ അടുത്തുള്ള ബോണ്ടിങ് അത്ര വേറെ ആരുടെ അടുത്ത് വേണ്ട. ടോട്ടലി പ്രശ്നത്തിലാണ്. എന്ത് പറ്റി? ഒരു ഗുജറാത്തി വരുന്നുണ്ട്. അവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു മാസത്തോളം അവനായിട്ട് കണ്ടുപരിചയമുള്ളതല്ലേ? ഞാനൊക്കെ ഇല്ല. ഒരു മലയാളിയല്ല. മലയാളം അല്ല. എന്തൊക്കെയാ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവനിൽ നിന്ന് നമ്മള് മോശമായിട്ടുള്ളത് മാത്രം പ്രതീക്ഷിക്കുന്നു. അനുഭവങ്ങൾ ഇവനുണ്ടായിട്ടുണ്ട്. ഇപ്പൊ വളരെ ദുരഭിമാനമായ അനുഭവങ്ങൾ. ചപ്സ് എന്ന് പറയുന്ന രാഹുൽ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പോകുന്ന കക്ഷിയെ പറ്റി ഒരു ഇതും പറയാനില്ല. ഞങ്ങൾ ഇനി കട്ടള മാറ്റി വെക്കാൻ പോവുകയാണ്. കാര്യം അവൻ ഇനി പെട്ടെന്ന് വല്ല ഇറങ്ങി ഓടിയാൽ കടലിന് വല്ല പറ്റിയ മരുന്നിന് ഞങ്ങൾ കാശുണ്ടാക്കുന്നു. ഓ, ഹൈറ്റ് ഉണ്ടെന്ന് അർത്ഥം. എങ്ങനെയാണ് വരവേൽക്കാൻ ഉദ്ദേശിക്കുന്നത്? വരവേൽക്കാൻ അവനെന്തായാലും തലയിലോട്ടിട്ട് കുഞ്ഞെടുക്കുമ്പോൾ സ്വീകരണം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞങ്ങള് റൂംമേറ്റ് ആകാൻ പോകുന്ന ഒരു ഈ അവസരത്തിൽ എന്താണ് അംബരീഷിനോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് നല്ലത് വരുത്തിട്ട് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ റൂമിലേക്ക് പറഞ്ഞ ഒരു പുതിയ പയ്യൻ വരുന്നുണ്ട്. ഞങ്ങളിപ്പോ 2 കഷ്ണം വെച്ചിട്ട് ഭയങ്കര 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പൊ അതിൽ മൂന്നാമത്തെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേര് എന്ത് ചെയ്യുന്നു അറിയത്തില്ല. വരുന്ന പയ്യൻ ബാൽക്കണിയിൽ കിടക്കുമോ വരണ്ടയിൽ കിടക്കുമോ അറിയത്തില്ല. അതോ വരുന്ന പയ്യൻ ഞങ്ങൾ അധികാരം ചെയ്ത് ഞങ്ങൾ വെളിയിൽ കിടക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി കഴിഞ്ഞു എന്ന് വെച്ചോ. ഇപ്പൊ കാലം ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മുടെ ഗുസ്തിയും പിടിക്കാമായിരുന്നു. എനിക്ക് അതും പറ്റത്തില്ല. വരുന്ന പയ്യൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മേ ബി ചെറിയ പയ്യനായി. പാർത്ഥിവന്റെ അവസ്ഥ എന്താ? പാർത്ഥിവൻ ഇറങ്ങണോ ഇരിക്കണോ എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ? സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബാൽക്കണിയിലോ വരണ്ടയിലോ ഇരുന്ന സന്തോഷമാണ്. അല്ല ഞങ്ങൾ ഉള്ളു കയറി ഇരുന്നു വെച്ചോ അത് എനിക്ക് സങ്കടമാണ്. ഇപ്പൊ എങ്ങനെയാ വരവേൽക്കാൻ പോകുന്നവര്? എനിക്ക് പറയാനൊന്നുമില്ല. ദൈവമേ നന്ദി. Maintain please. എങ്ങനെയുണ്ട് പുതിയ ആളുടെ ഒരു വളരെ പൈശാചികവുമായ ഒരു അവസ്ഥയിൽ 2 പുതിയ റൂംമേറ്റുകൾ? 2 പുതിയ റൂമിന് ഒരുത്തൻ അടിമക്കളനാണ്. അതായത് സംഗീത് ഇവൻ നമ്മളെ ഒരു ബോസായി മാറിയിരിക്കുകയാണ്. വലിയൊരു ചേഞ്ച് ആണ്. ബിക്കോസ് ഐ കെയിം ഫ്രം 3rd floor to ground floor and then ground floor to 1st floor. ഇനി നേരെ മേളിലോട്ടായിരിക്കും. നോക്കാൻ വയ്യ. അപ്പൊ 2 ആനക്കുട്ടികളുടെ ഇടയിൽ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ അവസ്ഥയാണ്.